അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, നമ്മൾ ഒരു വീഡിയോ കണ്ടതിൻ്റെ ഡിസ്റ്റൻസിലാണ് നിൽക്കുക. നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കുന്ന പോലെ രാവിലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്ന് നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്നൊരു വിഷയം കണ്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ സംസാരിക്കണമെന്ന് തോന്നിയുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മുടെ ശശികല ടീച്ചർ സാധിക്കരുതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ നമ്മളെ ശശികല ടീച്ചർ പറഞ്ഞ ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. കുറച്ചു കാലം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം വരുമെന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നവരുണ്ട്. അവരുടെ അടുത്ത് വന്നാൽ അന്നും ക്ഷേത്രങ്ങൾ ഈ സംവിധാനത്തിലൊക്കെ തന്നെയല്ലേ ഇവര്. അവിടെ അവരുടെ അടിമകളായി വരുന്ന, അവരുടെ വോട്ട് കൊണ്ട് ജയിച്ചു പോരുന്ന MLA മാർ, അവർക്ക് അവര് പറയുന്ന പോലെ കാണിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ നാളെ ശബരിമല മേൽശാന്തി ആരാകണം എന്നതിനെ സംബന്ധിച്ച് പാണക്കാട് പടിപ്പരയിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ദുര്യോഗം ചിലപ്പോ കേരളത്തിന് നാളെ വന്നേക്കാം. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് ദേവസ്വം ബോർഡുകൾ മുക്തമായേ പറ്റൂ. ഒരു ഏകീകൃത ദേവസ്വം ബോർഡ് വരണം. ആ ദേവസ്വം ബോർഡിലേക്ക് വോട്ട് ചെയ്യുന്നവർ വിശ്വാസികൾ മാത്രമായിരിക്കണം. ഭക്തരും വിശ്വാസികളും വോട്ട് ചെയ്യുന്ന ഒരു ദേവസ്വം ബോർഡ് സംവിധാനം അടിത്തട്ട് മുതൽ ഉണ്ടായി വരേണ്ടതാണ്. ഈ നിലവിലെ സംവിധാനം തീരെ അശാസ്ത്രീയമാണ്. മാത്രമല്ല അത് നീതിക്കോ യുക്തിക്കോ നിരക്കുന്നതുമല്ല ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ കേരളത്തെ വളരെ കുറച്ചു കാലം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം വരുമെന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നവര് കണ്ടില്ലേ? ഇതാണ് നമ്മൾ ശശികല ടീച്ചർ പറഞ്ഞത്. കാരണം ഇവർക്ക് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തലക്ക് വട്ടായതോ ഇതിന് രോഗം എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യന് ഭ്രാന്താണെങ്കിൽ നമ്മൾക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് ഇവരെ ചികിത്സിക്കുക. ഇത് അങ്ങനെ മെന്റൽ അല്ല. ഇനിയോ മുസ്ലിമിനെ കണ്ടുകൂടാത്ത മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തലക്ക് ഭ്രാന്തായിരുന്നതാണ്. ഇതിപ്പോൾ ആരെ പറ്റിയാന്ന് പറഞ്ഞു നിർത്തുക. ഒരു കേരളത്തിലത്തെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇലക്ഷനും രാജ്യത്തിൻ്റെ ഭരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടില്ലെന്ന് പറഞ്ഞു. അതായത് ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം മൊത്തം മുസ്ലിം രാഷ്ട്രമാവും എന്നുള്ള ഒരു ഭയമാണ് നീ പറയുന്നുള്ളത്. ഇതിന് എന്ത് മറുപടി പറയണമെന്ന് നമുക്കൊന്നും അറിയുന്നില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ന് ആകത്തിലുള്ളത് 12% മുസ്ലിങ്ങളാണ്. ഈ 12% മുസ്ലിങ്ങൾ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും ഒരു പിടുത്തത്തിലില്ലാത്ത ഒരു ജീവിതത്തിലാണ് ജീവിക്കുന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ശശികല ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ രാജ്യത്ത് 150 കോടി ജനങ്ങളുണ്ട്. ഇതിൻ്റെ ആകത്തിലുള്ളത് തന്നെ ഒരു 15 കോടി മുസ്ലിംസേ ഉണ്ട്. ഈ മുസ്ലിംസ് എന്നിപ്പോൾ എങ്ങനെ തന്നെ ആയാലും ഒരു 500 ഇന്ത്യ രാജ്യത്തിന് ഒരു ഇസ്ലാമിക രാഷ്ട്രം ആകാൻ പറ്റുമെന്ന് മുസ്ലിമിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേണ്ട, ഇതിന് മുമ്പെന്തോ നല്ല സന്ദർഭത്തിൽ കേരളത്തിലൊക്കെ മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നിപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഒരു മുഖ്യമന്ത്രി പോലും ആവുമെന്ന് പോലും മുസ്ലിമിനോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സ്ഥാനത്താണ് ഈ സാധികരി തങ്ങളെ പോലത്തെ ആളുകളൊക്കെ ഇനിയിപ്പം ദേവസ്വം ബോർഡിൻ്റെ ശബരിമലൻ്റെ ഇങ്ങനെയൊക്കെ നേതൃസ്ഥാനത്ത് വൈക്കിരിയും അതിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യം ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ടായിപ്പോകുന്നു ശശികല ടീച്ചർ പറയുന്നത്. അപ്പം ആ ശശികല ടീച്ചറോട് നമ്മൾ പറയുന്നത്, ഈ നാട്ടിൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നത് സംസാരിച്ചുകൂടെ എന്നാണ് എനിക്ക് ശശികല ടീച്ചറോട് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് ഒരു മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു ഇത് വന്നപ്പോൾ ഞാൻ അതിനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ശശികല ടീച്ചർ എനിക്ക് മദ്രസയിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതപ്പം നടത്തി ശശികല ടീച്ചർ മദ്രസയിൽ പഠിക്കുക. അത് ഒരു 4 ദിവസത്തോളം ആൾ കണ്ട വീഡിയോ ആണ്. ഒരു കൊല്ലം മുമ്പിലേ ഇട്ടത്, ഒരു 5 വർഷം മുമ്പ്. അതിലാരും കാണണം. അപ്പം എനിക്ക് ഈ ശശികല ടീച്ചർ പറയുന്നത്, അത് ഇത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളെ അപമാനിക്കുന്നതല്ലേ. കാരണം ഒരു 12% മുസ്ലിങ്ങളെ കൊണ്ട് ഇന്നത്തെ കാലം എടുത്തിട്ട് പോയ 500 പോലും ഇന്ത്യ രാജ്യത്തിൽ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ പറ്റിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് പിന്നെ എന്തിനു വേണ്ടി ഈ വിദ്വേഷം ഉണ്ടാക്കുന്നത്? എന്താണ് ഇതിനെക്കൊണ്ട് ഇവർക്ക് ഗുണമുള്ളത്? എനിക്ക് ശശികല ടീച്ചർ പറയാനുള്ളത്, ഈ സാധിക്കല് തങ്ങൾക്ക് ആദ്യസ്ഥാനം വഹിച്ചിട്ട് തന്നെ ഇവിടെ എവിടെ എത്തുന്നില്ല. മുസ്ലിങ്ങളെ കാര്യങ്ങൾ തന്നെ മഹലിൻ്റെ കാര്യങ്ങൾ തന്നെ തീരുമാനമെടുക്കാൻ തോന്നുന്ന അയാൾക്ക് സമയം കിട്ടാഞ്ഞിട്ടോ അല്ല അതിന് താല്പര്യപ്പെടായിട്ടൊന്നും നമുക്കറിയില്ല. അതിന് ഇവിടെ ഒരു എത്തുമ്പത്തും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് മുസ്ലിങ്ങൾ തന്നെയാണ്.
എന്നിട്ടാണ് പിന്നെ ഇവിടെ ഇനി ദേവസ്വം ബോർഡിന്റെ സ്ഥാനത്തേക്ക് വരാനും ഇനി നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നതൊക്കെ ദേവസ്വം ഈ സാധികൃതങ്ങൾ നേതൃത്വത്തിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്തെന്ന് ഈ പറയുന്ന വാക്കിന് എന്തെങ്കിലും ജനങ്ങൾക്ക് ഒരു ഇത്തിരി പോലും ഒരു സത്യാവസ്ഥ വേണ്ട, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യനിങ്ങനെ തോന്നണ്ടേ അങ്ങനെ സാധിക്കും നമുക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്ന് തോന്നണ്ടേ? ഇന്നത്തെ അവസ്ഥ കണ്ട് നമുക്ക് ആയിട്ടൊന്ന് തോന്നുന്നു ഒരു മുസ്ലിം രാഷ്ട്രമാക്കും എന്ന് പറയും. അപ്പൊ ഇവരൊക്കെ ഈ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഭ്രാന്തായി എന്നുള്ളതാണ്. ഭ്രാന്തായി ഇത് തന്നെയാണ് ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത്, അല്ലാതെ വേറെ എന്ത് പറയാൻ? ഇവർ പറയുന്നത് എന്താന്ന് ഒരു സത്യാവസ്ഥയാണ്. ഇത് സാധിക്കൃതങ്ങൾ വന്നാൽ ഒരു കാലത്ത് വന്നാൽ ഇന്നിപ്പോൾ കണ്ടില്ലേ, ശബരിമലയിലത്തെ സ്വർണ്ണമൊന്നും അടിച്ചു കൊണ്ടുപോയതൊന്നും മുസ്ലിങ്ങൾ വയ്ക്കുന്ന സമയത്ത് നല്ല കൊണ്ടുവന്നുള്ളത്. മുസ്ലിങ്ങൾ ഭരണാധിപ മരണങ്ങൾ അങ്ങനെ കൊണ്ടുപോകുകയും ചെയ്യില്ല. കാരണം മുസ്ലിങ്ങളുടെ ഭരണത്തിൻ്റെ സന്ദർഭത്തിൽ കൊടുങ്ങല്ലൂർ ഒരു അമ്പലത്തിൽ ഇപ്പോഴും ഉണ്ട് ടിപ്പു സുൽത്താൻ കൊടുത്ത കിരീടം വെച്ചിട്ട് പൂജ കഴിക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും കാണാൻ ജിമ്മകളിൽ പോയി കാണാം. മുസ്ലിങ്ങൾ ഭരിക്കുമ്പോൾ അങ്ങനെ നിൽക്കാൻ നടക്കാൻ പോകുന്നില്ല. ഇന്ന് സാധിക്കൽ നിങ്ങൾ നാട് ഭരിക്കുമ്പോൾ അല്ല ഇപ്പോൾ ഇവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണമെല്ലാം അടിച്ചുകൊണ്ട് പോയി. അത് മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ പറയുന്നത് അത് എന്തിൻ്റെ ഗുണത്തിൽ നിന്ന് ചിന്തിക്കാതെ കണ്ട് പറയുമ്പോൾ ഇനിയും കൂടെ തിരുത്തണമെന്ന് നമുക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഏതായാലും സാധിക്കൽ ഭരണം വരുന്നതിന് മുമ്പ്, ഇസ്ലാമിക ഭരണം വരുന്നതിന് മുമ്പ് ഇപ്പം ശബരിമലൻ്റെ സ്വർണ്ണമൊക്കെ കട്ടിട്ട് കൊണ്ടുപോയല്ലോ. പത്മനാഭ ക്ഷേത്രം ഉണ്ടല്ലോ, പത്മനാഭ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ കൂടെ ഒരു കലവറക്കൊന്ന് എല്ലാം തുറന്നിട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു ഇപ്പോഴേ. കാരണം സാധിക്കൽ ഭരണത്തിന് വരുമ്പോഴേക്ക് അതിലുള്ളതെല്ലാം അവിടെ ഉണ്ടോയെന്ന് കൂടെ നോക്കൽ നല്ലതായിരിക്കും എന്ന് നമുക്കിപ്പോൾ പറയാനുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ സാധിക്കലുകൾ വന്നിട്ടാകുമ്പോൾ അതൊക്കെ അടിച്ചുകൊണ്ട് പോകും. കാരണം ഇപ്പോൾ ശബരിമലയിൽ നിന്നെല്ലാം മുസ്ലിം കാണ്ടല്ലോ അടിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് അതെല്ലാം മുൻകരുതലായിട്ട് ഒന്ന് അന്വേഷിക്കലും നോക്കലും തുറന്നു നോക്കലൊക്കെ നല്ലതായിരിക്കും. എന്നല്ലാതെ ഇവരോടൊക്കെ എന്ത് പറയാൻ? ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ നാട്ടിലെ മനുഷ്യർ ജനങ്ങൾ ഐക്യത്തിൽ ജീവിക്കുന്ന സ്നേഹ സൗഹാർദ്ദം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും സംസാരത്തിൽ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം ഇവരോടൊക്കെ എന്ത് പറയാൻ? ഇവരെന്ത് മനസ്സിലാക്കാൻ? ഈ ലോകത്തിനെ കണ്ടിട്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെറും മുസ്ലിം വിദ്വേഷം പിടിച്ച് ഇവർക്ക് മുസ്ലിം എന്നല്ലാതെ കണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്നെ ലോകം അറിയുമായിരുന്നില്ല. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇന്ത്യയിലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഇവരെ ലോകം ആരും അറിയില്ലായിരുന്നു. കാരണം ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൊണ്ടാണ് ഇത്തിരി കൂടി ഇന്ത്യനെ ലോകം ശ്രദ്ധിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. കാരണം സാധിക്കൽ തങ്ങൾ വരുന്നതിന് മുമ്പ് ആ പത്മനാഭ ക്ഷേത്രത്തിലത്തെ സ്വർണ്ണമെല്ലാം അവിടെ ഉണ്ടോയെന്ന് ആദ്യം നോക്കണം. കാരണം അല്ലെങ്കിൽ സാധിക്കൽ തങ്ങളും കൂട്ടും തങ്ങന്മാരെല്ലാം എല്ലാം അടിച്ചു കൊണ്ടേക്കും. അതിൽ മുന്നേ ഒന്ന് നോക്കണമെന്ന് എൻ്റെ ഈ ശശികല ടീച്ചർ അനുയായികളുണ്ടാവല്ലോ, അവർക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത് തെറ്റുകൊണ്ട് ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.